നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. പക്ഷേ വാർത്തകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനമാണിത്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തു പറയാനുള്ളത് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിൽ നിന്നും തുടക്കമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ ദിവസം മാറാൻ പോകുന്നു. സ്വാഭാവികമായും മണിപ്പൂരിൽ നിന്ന് തുടങ്ങുമ്പോൾ രാഷ്ട്രീയ പ്രാധാന്യം അതിന് ഏറെയാണ്. പ്രത്യേകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയ മാനങ്ങളും ഏറെയാണ്. ആദ്യ ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ വലിയ രീതിയിൽ ഉയർന്ന വിമർശനം ഹിന്ദി ഹൃദയഭൂമിയിലൂടെ യാത്ര കടന്നു പോകുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഈ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിൽ തുടക്കമാകുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു വാർത്തയായി എടുത്തു പറയാനുള്ളത് നാളെ മകരവിളക്കാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. കർശന സുരക്ഷയാണ്. തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യമൊക്കെ ഒരുക്കി ദേവസ്വം ബോർഡും ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ വാർത്തകൾ നിരവധിയാണ്. നമുക്ക് വിശദമായി നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിൽ തുടക്കമാവുകയാണ്. തൗബാലിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 15 സംസ്ഥാനങ്ങളിൽ കടന്നു പോകുന്ന യാത്ര 6713 കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കും. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാകേഷ്, ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് ഭാരത് ജോഡോ ന്യായ് യാത്ര അതിന്ന് മണിപ്പൂരിൽ നിന്നും തുടക്കമാവുകയാണ്. മണിപ്പൂർ എന്ന് പറയുമ്പോൾ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അവിടെ നിന്ന് തുടങ്ങുമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും പല രീതിയിലുള്ള അത്തരത്തിലുള്ള വാർത്തകൾ മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിന് പ്രാധാന്യം ഏറെയാണ്. ഒപ്പം തന്നെ ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ ഒന്നും കടന്നു പോയിരുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ രണ്ടാം യാത്രയിലേക്ക് വരുമ്പോൾ അത്തരത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് പ്രധാനമായും കടന്നു പോകുന്നത്. യാത്ര എപ്പോഴാണ് ആരംഭിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ? രഞ്ജിനി, സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ യാത്രയായിരുന്നു രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര. കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെയുള്ള യാത്ര അത് കോൺഗ്രസിന് വലിയ ഊർജം നൽകി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ യാത്ര കടന്നുപോയ പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിച്ച ഒരു സംസ്ഥാനങ്ങളാണ് കർണാടകയും തെലങ്കാനയും. ആ 2 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കർണാടകത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല, തെലങ്കാനയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ തെലങ്കാനയിൽ അത് സംഘടനയെ തന്നെ ചലിപ്പിക്കാൻ വലിയ ഊർജം നൽകി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ അവർ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയ വലിയ നേട്ടങ്ങൾ അണികളെയൊക്കെ ഊർജ്ജസ്വലരാക്കാൻ ഈ യാത്ര കൊണ്ട് ഉപകരിച്ചു എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. ഏതായാലും അന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്ന കാര്യമാണ് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഒരു യാത്ര സംഘടിപ്പിക്കുമെന്ന്. ഏതായാലും ആ യാത്രയ്ക്കാണ് ഇന്ന് മണിപ്പൂരിൽ തുടക്കമാകുന്നത്. രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ യാത്ര നയിക്കുന്നത്. 12 മണിക്കാണ് തൗബാലിലെ യുദ്ധസ്മാരകത്തിന് സമീപത്ത് വെച്ചാണ് ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുക. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. നേരത്തെ ഇംഫാലിൽ നിന്ന് ഈ യാത്ര തുടങ്ങാനായിരുന്നു കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ, BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അവിടെ ഇംഫാലിൽ നിന്ന് യാത്ര തുടങ്ങാൻ അനുമതി നൽകിയില്ല. അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം സംസ്ഥാനത്തെ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് സർക്കാർ വിശദീകരിച്ചത്. തുടർന്ന് തൗബാലിലേക്ക് വേദി മാറ്റുകയായിരുന്നു. ഏതായാലും 12 മണിക്കാണ് ഈ യാത്ര തുടങ്ങുന്നത്. നേരത്തെ 14 സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകാനാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 15 സംസ്ഥാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ
5 സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര പ്രധാനമായും കടന്നു പോകുന്നുണ്ട്. അതായത് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു, തുടർന്ന് നാഗാലാൻഡ്, അസം, ഒപ്പം തന്നെ അരുണാചൽ പ്രദേശ്, മേഘാലയ എന്നീ 5 സംസ്ഥാനങ്ങളാണ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായ പ്രത്യേകത 2014 വരെ അത് കോൺഗ്രസിന്റെ ഒരു ഉരുക്കുകോട്ട എന്ന് പറയാവുന്ന സംസ്ഥാനങ്ങളായിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ. പക്ഷേ 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ സാഹചര്യം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് അപ്രസക്തമാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഏതാണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും BJPയോ അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷിയോ ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അതിനുശേഷം പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങി പിന്നീട് ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ഈ യാത്ര കടക്കുകയും ചെയ്യും. ഹിന്ദി ഹൃദയഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മധ്യപ്രദേശ്, ഒപ്പം തന്നെ ബീഹാർ, ഒപ്പം ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകും. നേരത്തെ രഞ്ജിനി സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ട യാത്ര UPയുടെ ചില മേഖലകൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ UPയിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട മേഖലകളൊന്നും തന്നെ ഈ യാത്ര കടന്നു വന്നിരുന്നില്ല. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ രണ്ടാം പതിപ്പ് ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നു പോകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കോൺഗ്രസിന് ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരണമെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രകടനം നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേടിയ 52 സീറ്റുകൾ 28ഉം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കം പരിതാപകരമായിരുന്നു കോൺഗ്രസിന്റെ പ്രകടനം. UPയിൽ 80 സീറ്റുകളിൽ ജയിച്ചത് സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിൽ മാത്രമാണ്. മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ 29 സീറ്റിൽ അവിടെ വിജയിക്കാനായത് ചിന്ദ്വാഡ മണ്ഡലത്തിലാണ്. ബീഹാറിലും ഒരു 40 സീറ്റുകളുണ്ട് ബീഹാറിൽ, അവിടെയും ജയിക്കാനായത് ഒരു സീറ്റിൽ മാത്രമാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രം വിജയിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടായത്. അപ്പോൾ അധികാരത്തിൽ വരണമെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഏതായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ തന്നെ നിരവധി ദിവസങ്ങൾ ഈ യാത്ര കടന്നു പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. 20 ജില്ലകളിലൂടെ ഉത്തർപ്രദേശിലേക്ക് കടന്നു പോകും. അങ്ങനെ 11 ദിവസമാണ് UPയിലൂടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം നടത്തുക. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയുണ്ട്, ഒപ്പം തന്നെ റായ്ബറേലിയുണ്ട്. നേരത്തെ രാജീവ് ഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയും അതിനുശേഷം രാഹുൽ ഗാന്ധിയും പ്രതിനിധീകരിച്ച അമേഠിയിലൂടെ ഈ പര്യടനം കടന്നു പോകുന്നുണ്ട്. ഏതായാലും UPയിൽ 11 ദിവസം UPയിൽ കടന്നു പോകുന്നത് തന്നെയാണ് പ്രത്യേകത. അതിനുശേഷം പിന്നീട് ഗുജറാത്തിലൂടെ കടന്ന് മഹാരാഷ്ട്രയിൽ മാർച്ച് 20-ന് അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷെഡ്യൂൾ ഏതായാലും കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ യാത്ര പ്രധാനമായും 15 സംസ്ഥാനങ്ങളിലൂടെ കടന്ന് 110 ജില്ലകളിലൂടെ കടന്ന് 100 ലോക്സഭാ മണ്ഡലങ്ങളോട് പര്യടനം നടത്തി 6713 കിലോമീറ്റർ പിന്നിട്ടാണ് മാർച്ച് 20-ാം തീയതി മുംബൈയിൽ അവസാനിക്കുക എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ഭാരത് ജോഡോ യാത്ര കാൽനടയായാണ് നടത്തിയതെങ്കിൽ ഈ യാത്ര ഓരോ ദിവസവും ഏതാണ്ട് 80 മുതൽ 90 കിലോമീറ്റർ വരെയാണ് പര്യടനം നടത്തുക. അതിൽ 8-9 കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടക്കും. അതിനുശേഷം മറ്റുള്ള ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരം ബസ്സിൽ പിന്നിടും. അതിന് പ്രധാനപ്പെട്ട കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്നാണ്. കാരണം മാർച്ച് 20-നാണ് ഈ യാത്ര അവസാനിക്കുന്നത്. അതിനു മുമ്പായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും പ്രഖ്യാപിക്കും. കാരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ കണക്കെടുക്കുകയാണെങ്കിൽ മാർച്ച് ആദ്യവാരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതാണ് പതിവ്, 10-ാം തീയതിക്ക് മുൻപായി പ്രഖ്യാപിക്കുന്നതാണ് പതിവ്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ഈ യാത്ര അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ഏതായാലും ഇതിന്റെ ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഈ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ 10 വർഷമായി നടന്ന രാഷ്ട്രീയമായി സാമ്പത്തിക സാമൂഹ്യ അനീതികൾ കണക്കിലെടുത്ത് അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പ് പോരാട്ടമാണ് ഈ യാത്രയിലൂടെ നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 12 മണിക്കാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുക. രാകേഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രാഷ്ട്രീയമായി ഈ വിഷയത്തെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കോൺഗ്രസ് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് യാത്രയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിലൊരു വിമർശനം ഉയർന്നിരുന്നു. സ്വാഭാവികം ഇത് കുറച്ചുകൂടി നേരത്തെ ആക്കാമായിരുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ഉയർന്നു വന്നിരുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ ഒരു ആത്മവിശ്വാസത്തിലുള്ള പ്രതീക്ഷയോടെ ഈ അവസാന ഘട്ടത്തിൽ യാത്ര വെച്ചതിനെ കാണുന്നത്? പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലൂടെ എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി കാണുന്ന സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സഖ്യങ്ങളുള്ള സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ എത്രമാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്? പ്രത്യേകിച്ചും ഈ ആദ്യഘട്ടത്തിൽ കടന്നുപോയപ്പോൾ തെലങ്കാനയിലും കർണാടകയിലും അതിന്റെ വലിയൊരു റിസൾട്ട് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സഖ്യം ഈ ഉള്ള സംസ്ഥാനങ്ങളിൽ കൂടിയൊക്കെ പ്രധാനമായും കടന്നു പോകുമ്പോൾ കോൺഗ്രസിന്റെയും ഒപ്പം ഇന്ത്യ മുന്നണിയുടെയും ഒരു പ്രതീക്ഷ എങ്ങനെ കാണണം?
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രകടനം അത് നിർണായകമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അന്ന് 209 സീറ്റുകൾ നേടിയാണ് അധികാരത്തിൽ വരുന്നത്. അന്ന് കോൺഗ്രസിന് 200 കടത്താൻ അല്ലെങ്കിൽ 200 കടത്താൻ അവരെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം UP ആയിരുന്നു. അന്ന് 80-ൽ 21 സീറ്റുകൾ കോൺഗ്രസ് അവിടെ വിജയിച്ചു. അങ്ങനെ UPയുടെ ഒരു പ്രകടനം തന്നെയാണ് അന്ന് 200 കടത്താൻ കോൺഗ്രസിനെ സഹായിച്ചത്. പിന്നീട് 2014-ൽ 2 സീറ്റിലേക്ക് UPയിൽ ഒതുങ്ങി. ഒപ്പം 2019-ലേക്ക് വരുമ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി വരെ തോൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറയിൽ മാത്രം അവരുടെ വിജയം ഒതുങ്ങുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു മികച്ച പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുള്ളൂ. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനം പോലും കോൺഗ്രസിൻ്റെ പ്രകടനത്തെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. സ്വാഭാവികമായും ഈ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് അതുതന്നെയാണ്. സ്വാഭാവികമായും എല്ലാ സംസ്ഥാനങ്ങളിലെയും അണികളെ ഊർജ്ജസ്വലരാക്കുക, ഒപ്പം തന്നെ സർക്കാരിനെതിരായ പ്രചാരണം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഏതായാലും ഹിന്ദി ബെൽറ്റിൽ വലിയ സീറ്റുകൾ നേടിയാൽ മാത്രമേ ഒരു മെച്ചപ്പെട്ട നമ്പറിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയുമെന്ന് തിരിച്ചറിവ് നേതൃത്വം ഉണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ യാത്ര നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെയൊക്കെ തന്നെ ഈ യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 പാർട്ടികൾ ഈ യാത്രയിൽ വിവിധ ഇടങ്ങളിൽ ഭാഗമാകുമെന്ന് ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിനി. യെസ്, അതാണ് സാഹചര്യം. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മണിപ്പൂരിലെ തൗബാലിൽ നിന്നും ആരംഭിക്കുന്നു. മാർച്ച് 20-ന് മഹാരാഷ്ട്രയിലാണ് റാലി സമാപിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഹിന്ദി ഹൃദയഭൂമിയിലൂടെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു വിമർശനമാണ് കോൺഗ്രസ് നേരിട്ടത്. ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല എന്ന വിമർശനമുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടയാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കോൺഗ്രസ് വലിയ പ്രതീക്ഷയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഈ യാത്രയിൽ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ER രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാവും ആയ TH മുസ്തഫ അന്തരിച്ചിരിക്കുന്നു. മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് മന്ത്രിസഭകളിലെ മുൻ മന്ത്രിയായിരുന്ന 5 തവണ MLA ആയിരുന്നു. കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 5 തവണ MLA ആയി അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയൊക്കെയായിരുന്നു അദ്ദേഹം. അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയെ കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. നവമി വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, എന്തായാലും TH മുസ്തഫ അന്തരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, അല്പസമയം മുമ്പാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന് അന്തരിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. ഏറെ നാളുകളായി ചില അസുഖത്തെ തുടർന്നൊക്കെ ചികിത്സയിലായിരുന്നു. പ്രായത്തിൻ്റെതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അദ്ദേഹം നേരിട്ടിരുന്നു. എന്തായാലും TH മുസ്തഫ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കരുത്തനായ ഒരു നേതാവായിരുന്നു. മുൻ ഭക്ഷ്യ വകുപ്പ് പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായി പ്രവർത്തിച്ചിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസ് വഴിയാണ് പൊതുരംഗത്തേക്ക് പിന്നീട് അദ്ദേഹം എത്തിച്ചേരുന്നത്. 1977-ൽ ആദ്യമായി ആലുവയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു. 1978-ൽ കേരളത്തിൽ കോൺഗ്രസ് K. കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പിളർന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം ലീഡറിനൊപ്പം നിന്ന കരുത്തനായ ഒരു നേതാവായിരുന്നു. അന്നു മുതൽ തന്നെ K. കരുണാകരനോടെ സഹചാരിയായി അദ്ദേഹം പിന്നീട് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. 1980-ല് ആലുവയിൽ നിന്നും മത്സരിച്ചുവെങ്കിലും അന്ന് അദ്ദേഹം തോൽക്കുകയുണ്ടായി. പിന്നീട് 1982-ലും 87-ലും 91, 2001 വർഷങ്ങളിൽ കുന്നത്തുനാട് നിന്ന് തന്നെ നിയമസഭാ അംഗമായി നിരവധി തവണ നിയമസഭയിലേക്ക് പോവുകയും ചെയ്തു. 1991 മുതൽ 95 വരെ K. കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 1996-ൽ കുന്നത്തുനാട് നിന്ന് മത്സരിച്ചുവെങ്കിലും പിന്നീട് അത് MP വർഗീസിനോട് എതിരെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. CPM-ന്റെ നേതാവിനെതിരെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. 2001-ൽ വീണ്ടും അദ്ദേഹം കുന്നത്തുനാട് നിന്ന് തന്നെ മന്ത്രിയായി MLA ആയി സഭയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ കുന്നത്തുനാടിന് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. പിന്നീട് അദ്ദേഹം KPCCയുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം വരെ
മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഗവർണറുടെ അതായത് രാജ്ഭവനിലേക്കുള്ള ഒരു 1572 കിലോമീറ്റർ ദൂരമുള്ള ഒരു കാൽനട ജാഥ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു വന്നിരുന്നത്. അന്ന് ആ സമയത്ത് അത് വളരെയേറെ പ്രചാരം അല്ലെങ്കിൽ അത്രയും ശക്തി തെളിയിക്കുന്ന ഒരു ജാഥ നയിച്ചത് അദ്ദേഹമായിരുന്നു. രാജ്ഭവൻ മാർച്ചിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം വരികയും ചെയ്തു. അതൊക്കെ കേരള രാഷ്ട്രീയത്തിലൊക്കെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു മുതിർന്ന ഒരു നേതാവ്, കരുത്തനായ ഒരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അവസാന നാളുവരെയും അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രഞ്ജിനി. യെസ്, അതാണ് സാഹചര്യം. അഞ്ച് തവണ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. ആലുവയിൽ നിന്നും കുന്നത്തുനാടിനെ പ്രതിനിധീകരിച്ചായിരുന്നു അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ടി എച്ച് മുസ്തഫയുടെ ഒക്കെ മകനായ 1941 ഡിസംബർ 7-ാം തീയതി ആണ് അദ്ദേഹം ജനിക്കുന്നത്. കരുണാകരനുമായി ഏറെ ചേർന്ന് നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. പാർട്ടി പിളർന്നു പോയപ്പോഴടക്കം കരുണാകരനൊപ്പം ഉറച്ചു നിന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ടി എച്ച് മുസ്തഫ. വളരെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുകയാണ്. നവമി, ഇതിപ്പോൾ രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ? പൊതുദർശനം, സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനം എന്നതിലൊരു വ്യക്തതയുണ്ടോ? രഞ്ജിനി, അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ചികിത്സയിലായിരുന്നു. എന്തായാലും സംസ്കാരം, പൊതുദർശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരുന്നതേ ഉള്ളൂ. കുടുംബവുമായി സംസാരിച്ച ശേഷം മാത്രമായിരിക്കും നമുക്ക് അതിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. DCCയിൽ ഉൾപ്പെടെ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലും പൊതുദർശനത്തിലുള്ള സാധ്യതയുണ്ട്. അതിന്റെ സമയം, അതിന്റെ നടപടിക്രമങ്ങൾ, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയായിരിക്കും കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമാക്കുക. എന്തായാലും ഇന്ന് പുലർച്ചെ അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ആശുപത്രിയിൽ നിന്നും വരുന്നത്. ബന്ധുക്കൾ ഒക്കെ, കുടുംബാംഗങ്ങളൊക്കെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ കുറച്ചു നാളുകളായി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നൊക്കെ ചികിത്സ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ത്യം സംഭവിച്ചത്. അവസാന നാളുകളിലും വരെയും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്നു. രാഷ്ട്രീയ വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും കേരളത്തിലെ ഒരു കരുത്തനായ ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. എന്തായാലും പൊതുദർശനം, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ വ്യക്തത വരും. രഞ്ജിനി. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് ചുവടുവെക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി 1957, 1960 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതിനുശേഷം 62-64 ഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചു. 62-65 കാലഘട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് എറണാകുളം ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. 64-68 കാലങ്ങളിൽ പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. 1966-68 കാലഘട്ടത്തിൽ എറണാകുളം DCC ജനറൽ സെക്രട്ടറിയാകുന്നു. 68-78 വർഷങ്ങളിൽ എറണാകുളം DCC പ്രസിഡന്റായും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. 1978-1983 കാലഘട്ടങ്ങളിൽ KPCC ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. 5 തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. 1977-ലും 1982-ലും 1987-ലും 1991-ലും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു. 91-95 കാലഘട്ടത്തിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായി അദ്ദേഹം കരുണാകരൻ മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ നവമി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിലൂടെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. 5 തവണ നിയമസഭയിലേക്ക് എത്തുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ മന്ത്രിയാകുന്നു. അങ്ങനെ ഒപ്പം കരുണാകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീഡറിനൊപ്പം എല്ലാ ഘട്ടത്തിലും ഉറച്ചുനിന്ന ഒരു നേതാവ് കൂടിയാണ് TH മുസ്തഫ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് കാണേണ്ടത്? അത് തന്നെയാണ് രഞ്ജിനി, TH മുസ്തഫയെ ഒരു വേറിട്ട നേതാവായി കാണുന്നതും. ഈ കെ കരുണാകരന്റെ
കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് KC ജോസഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നവമി തൊടുക. ശ്രീ KC ജോസഫ്, TH മുസ്തഫ എന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവിനെ കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ താങ്കൾ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുന്നണിക്കാരനായ ശ്രീ THന്റെ വേർപാട് അതീവ ദുഃഖകരമാണ്. അദ്ദേഹം കുറച്ചു കാലമായി രോഗബാധിതനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് അപ്രതീക്ഷിതമായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ശക്തമാകാൻ അടിത്തറ പാകിയത് ശ്രീ TH മുസ്തഫയുടെ സജീവമായ പ്രവർത്തന ശൈലിയായിരുന്നു. എറണാകുളം ജില്ലാ കോൺഗ്രസ് സമിതിക്ക് സ്വന്തമായി ഓഫീസ് ഉണ്ടാക്കാനും താഴെ തട്ട് മുതൽ പാർട്ടി കെട്ടിപ്പടുക്കാനും ശ്രീ TH വഹിച്ച പങ്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെയേറെ കോൺഗ്രസിന് കരുത്തു പകർന്നു. അദ്ദേഹം എപ്പോഴും ഒരു സംഘടനയുടെ വ്യക്തിയായിരുന്നു. സംഘടന കെട്ടിപ്പടുക്കാൻ, അടിത്തട്ട് മുതൽ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം വലിയ സംഭാവന വഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് കരുണാകരൻ ഗവൺമെന്റിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയായി ഭക്ഷ്യവിതരണ രംഗത്ത് അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ എന്നും ശ്രദ്ധേയമാണ്. ശ്രീ മുസ്തഫ പൂർണ്ണമായും ഒരു മതേതര നേതാവായിരുന്നു. കോൺഗ്രസിന്റെ മതേതര മുഖമായിരുന്നു ശ്രീ TH മുസ്തഫ. അദ്ദേഹം രോഗബാധിതനാണെങ്കിലും പാർട്ടി പരിപാടിക്ക് വരുവാൻ എപ്പോഴും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹം പലപ്പോഴും യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം 2, 3 ചിലപ്പോൾ 4 മണിക്കൂറാണ് ദീർഘമായി സംസാരിക്കാനും താൻ തന്റെ വാദഗതി ശക്തമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ശ്രീ മുസ്തഫയുടെ വേർപാട് കേരളത്തിലെ കോൺഗ്രസിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ അതീവമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി ശ്രീ KC ജോസഫ്. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് KV തോമസ് കൂടി ഞങ്ങളോടൊപ്പം ചേരുകയാണ്. ശ്രീ KV തോമസ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തലമുതിർന്ന നേതാവിനെ കൂടി കോൺഗ്രസിന് നഷ്ടമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും എറണാകുളത്തെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എറണാകുളത്തെ കോൺഗ്രസിനോട് അടിത്തറ പാകിയ ഒരു നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? TH മുസ്തഫ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ കാലഘട്ടം മുതൽ അദ്ദേഹത്തോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു സംഘടനാ പ്രവർത്തകനാണ്. രാവും പകലും ഓടി നടന്ന സംഘടന കെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ TH മുസ്തഫ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ദീർഘമായി പ്രസംഗിക്കാനുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഒരിക്കൽ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായെന്ന നിലയിൽ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിമാനം എറണാകുളത്ത് ഇറങ്ങാൻ കഴിയാതെ തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടെ നിന്ന് ഇവിടെ വരുന്നത് വരെ ഏകദേശം 4 മണിക്കൂറോളം TH മുസ്തഫയുടെ പ്രസിദ്ധമായ മറൈൻ ഡ്രൈവ് പ്രസംഗമുണ്ട്. രാവും പകലും അദ്ദേഹം ഓടി നടക്കും. എല്ലാ കാര്യത്തിലും നിശ്ചിതമായ കാഴ്ചപ്പാടുണ്ട്. ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഭക്ഷ്യവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം എത്രയോ വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെ പോലെ ഇത്ര ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഓടി നടന്ന് എല്ലാവരും പേര് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു ശ്രീ TH മുസ്തഫ. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി. താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മതേതര മുഖമായിരുന്നു. ഒപ്പം തന്നെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയേറെ അടിത്തറ നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു TH മുസ്തഫ. ഇപ്പോൾ നിങ്ങൾ 2 ചേരിയിലാണെങ്കിൽ കൂടിയും ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നേതാക്കൾ കൂടിയാണല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ കൂടി താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? അദ്ദേഹത്തിനോട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച ഭക്ഷണം കഴിക്കും. ഉള്ള ആരൊക്കെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളിൽ അവർക്കെല്ലാം അദ്ദേഹം ഭക്ഷണം കൊടുക്കും. അതുപോലെ പ്രവർത്തകരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ്. കല്യാണത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും ഓടിയെത്തും. അതുകൊണ്ട് ജനകീയനായ ഒരു നേതാവ്, പ്രവർത്തകരുടെ നേതാവ് എന്ന നിലയിലാണ് എപ്പോഴും THനെ കാണുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എറണാകുളത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തു നിൽക്കുന്ന കാര്യത്തിൽ, അതിന് ഈ നിലയിൽ എത്തിക്കുന്ന കാര്യത്തിൽ
മുസ്തഫയിൽ കണ്ടാണ് കണ്ടത്. വളരെ കാര്യമാണ്. വളരെയധികം നന്ദി ശ്രീ KV തോമസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, നേരത്തെ KC ജോസഫ് ആയാലും KV തോമസ് ആയാലും പറഞ്ഞ പോലെ എറണാകുളത്തെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്തെ കോൺഗ്രസിന് അടിത്തറ പാകിയതിൽ ആ കോൺഗ്രസിനെ ഇത്രയധികം ആ ജില്ലയിൽ വളർത്തിയെടുക്കാൻ സാധിച്ച കൊണ്ടുവന്ന ഒരു നേതാവിനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസിന്റെ മതേതര മുഖം കൂടിയാണ് നഷ്ടമായിരിക്കുന്നതെന്നാണ് KC ജോസഫ് തൊട്ടു മുമ്പ് വ്യക്തമാക്കിയത്. നമുക്കെങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ രാഷ്ട്രീയ നേതാവെന്ന നിലയിലൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്? രഞ്ജിനി, മറ്റ് നേതാക്കളിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയായിരിക്കും. തന്റെ നിലപാടിൽ എപ്പോഴും അടിയുറച്ചു തന്നെ നിൽക്കാൻ അദ്ദേഹം എക്കാലത്തും ശ്രദ്ധിച്ചിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മുതൽ തന്നെ തന്റെ നിലപാടുകളിൽ എപ്പോഴും വ്യത്യസ്തനാകാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കും. അതിൽ ഏറ്റവും ഉദാഹരണമാണ് കെ കരുണാകരന്റെ കേരളത്തിലെ പിളർപ്പിന്റെ സമയത്ത് പോലും ലീഡർക്കൊപ്പം തന്നെ അദ്ദേഹം നിന്നു. തന്റെ നിലപാട് ഉറച്ചു തന്നെ രാഷ്ട്രീയത്തിനോട് പറയുകയും ചെയ്തു. അങ്ങനെ നിലപാടുകളിൽ എപ്പോഴും കറകളഞ്ഞ ഒരു നിലപാടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു TH മുസ്തഫ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്നത്, അദ്ദേഹത്തെ മറക്കാത്തത്. അവസാന നാളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പോലും തന്റെ നിലപാടുകൾ വ്യക്തമാക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. തന്റെ ശക്തമായ വാക്കുകൾ കൊണ്ട് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ തന്റെ നിലപാടുകൾ, അത് വ്യക്തികൾ നോക്കാതെ തന്റെ നിലപാടുകൾ എപ്പോഴും ഉറച്ച് തന്നെ പറയാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് അടിത്തറ പാകിയ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ്. പിന്നീട് കുന്നത്തുനാളിൽ നിന്നും 5 തവണ MLA ആയും 1 തവണ മന്ത്രിയുമായും ഒക്കെ നിയമസഭയിൽ എത്തുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു. അത് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും വ്യത്യസ്തനാകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു നഷ്ടമാണ് TH മുസ്തഫ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്ഭവനിലേക്കുള്ള ഒരു സമരം, രാജ്ഭവനിലേക്കുള്ള ഒരു കാൽനട ജാഥ അദ്ദേഹം 1572 കിലോമീറ്റർ നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു TH മുസ്തഫ. അന്ന് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1941 ആയിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തന്നെ അദ്ദേഹം മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് വഴിയാണ് പിന്നീട് കോൺഗ്രസിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത്. 1972 ആലുവയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. 1978 കെ കരുണാകരന്റെ കോൺഗ്രസ് പിളർന്നപ്പോൾ തന്നെ, ഐ ഗ്രൂപ്പ് പിളർന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിന്നിരുന്നു. പിന്നീട് 1980 നിയമസഭയിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും അന്ന് വിജയിച്ചില്ല. പിന്നീട് 1982 87 91 2001 അദ്ദേഹം കുന്നത്തുനാട് നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991 മുതൽ 95 വരെ കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. 1996 കുന്നത്തുനാട് നിന്ന് വീണ്ടും മത്സരിച്ചു, പക്ഷേ അന്ന് വിജയിച്ചിരുന്നില്ല. പിന്നീട് 2001 അദ്ദേഹം കുന്നത്തുനാട് നിന്നും മത്സരിച്ചു. 1996 അദ്ദേഹം പരാജയപ്പെടുത്തിയത് MP വർഗീസിനെയായിരുന്നു, CPM-ന്റെ നേതാവായ MP വർഗീസിനെയായിരുന്നു. പിന്നീട് 2001 അദ്ദേഹം MP വർഗീസിനെ തന്നെ തോൽപ്പിച്ച് കുന്നത്തുനാട് നിന്ന് നിയമസഭയിലേക്ക് പോവുകയും ചെയ്തു. ANTUC-യുടെ സംസ്ഥാന നിർവാഹക സമിതിയും ദേശീയ കൗൺസിൽ അംഗമായൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. KPCC-യുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി അദ്ദേഹം ഏറെ നാൾ പ്രവർത്തിക്കുകയും ചെയ്തു. 1957 60 യൂത്ത് കോൺഗ്രസിന്റെ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റായാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഏറ്റവും ഒടുവിൽ 91 മുതൽ 95 വരെ ഭക്ഷ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പിന്നീട് നിയമസഭയിൽ എത്തിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏറെ വ്യത്യസ്തമാണ്. നിലപാടുകളാണ് അദ്ദേഹത്തെ എപ്പോഴും വ്യത്യസ്തനാക്കിയതും. പിന്നെ കരുണാകരനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ യാത്രയും, കരുണാകരനെ തന്നെ ഒപ്പം നിന്ന് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ ജീവിതമൊക്കെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഏറ്റവും അവസാന നാളുകൾ പോലും അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കുവാനും
രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ പ്രതികരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. യെസ്, അതാണ് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് TH മുസ്തഫ അന്തരിച്ചിരിക്കുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോവിന്ദൻ മാസ്റ്റർ അവസാന ഘട്ടത്തിലാണ്. യെസ്, ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. ശബരിമലയിൽ മകരവിളക്ക് ഉത്സവം നാളെയാണ്. വൈകിട്ട് 6:40 തീർത്ഥാടകർക്ക് മകരവിളക്ക് ദർശിക്കാൻ കഴിയും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി. സന്നിധാനത്ത് നിന്ന് സജീവ് സി വാര്യരും ഡാൻ കുര്യനും ചേരുകയാണ്. ആദ്യം സജീവിലേക്ക് പോവുകയാണ്. സജീവ്, വെരി ഗുഡ് മോർണിംഗ്. നാളെയാണ് മകരവിളക്ക്. ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്നലെ DGP അടക്കം അവിടെ എത്തി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നു. ഇന്നിപ്പോൾ സന്നിധാനത്ത് നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, വെരി ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ്. രഞ്ജിനിക്ക് അവിടുന്ന് ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒട്ടേറെ തീർത്ഥാടകർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി വന്ന ആളുകൾ ഇവിടെ തങ്ങുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം അവർക്കെല്ലാം സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ DGP എത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ദർശനം നടത്തി കഴിഞ്ഞ ആളുകളുടെ എണ്ണം 53,000 എന്ന രീതിയിൽ ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വൈകുന്നേരം തൊട്ട് വീണ്ടും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇന്നൊക്കെ തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലിലും എല്ലാം തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പന്തൽ ഒക്കെ ഒഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുന്നു. വീണ്ടും തിരക്കുകൾ വന്നിരിക്കുന്നു. ആ സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇന്നും നാളെയുമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആളുകൾ കൂടുതലായി എത്തും എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒപ്പം ഡാൻ കുര്യനുമുണ്ട്. ഡാൻ കുര്യൻ കഴിഞ്ഞ തവണ മകരവിളക്ക് ഉത്സവം കവർ ചെയ്ത ആളാണ്. ഡാൻ, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഇത്തവണ? വ്യത്യാസം തിരക്കിന്റെ കാര്യത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസം തൊട്ട് തലേ ദിവസം മാത്രമാണ് വലിയ തരത്തിലുള്ള തിരക്ക്, ഈ പർണശാലകൾ കെട്ടിയുള്ള തിരക്ക് വലിയ തരത്തിലുണ്ടായതായി തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇന്നലെ മുതൽ തന്നെ ഇവിടെ നിന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നമ്മൾ വരുന്ന വഴികളിലെല്ലാം ഈ സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും മാളികപ്പുറങ്ങളും അടക്കം ഒരുപാട് ആളുകൾ ഇന്നലെ മുതൽ തന്നെ, അതായത് മകരവിളക്ക് ദർശനം സുഗമമായി നടത്തണമെന്ന ആഗ്രഹത്തോടെ ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ പൊങ്കൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ ഇവിടേക്ക് മകരവിളക്ക് ദർശനം തേടി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഉള്ള തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1000 ഉദ്യോഗസ്ഥരെ അധികമായി ഈ വ്യൂ പോയിന്റുകളിൽ നിയോഗിക്കുന്ന തരത്തിലേക്ക് അവരുടെ ക്രമീകരണങ്ങൾ മാറിയിരിക്കുന്നതും. നമുക്കറിയാം ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട, അതായത് മകരജ്യോതി ദർശനം അല്ലെങ്കിൽ മകരവിളക്ക് ദർശനം ഏറ്റവും പ്രധാനപ്പെട്ട സന്നിധാനത്തിന് സാധ്യമാകുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഒരുപക്ഷെ ഒരു സെലക്ടഡ് ആയിട്ടുള്ള, അതായത് കൃത്യമായി നേരത്തെ പേര് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ VIP ഒഴിച്ചാൽ മറ്റുള്ളവർ വളരെ സെലക്റ്റീവായിട്ടുള്ള ആളുകൾ മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. കാരണം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളായിരിക്കും സന്നിധാനത്ത് നടക്കുക. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളാണ്. അതായത് എവിടെയൊക്കെ ഈ ദർശനം സാധ്യമാകും അത് കൃത്യമായി നമ്മൾ ഭക്തരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് 10 വ്യൂ പോയിന്റുകളാണ് എന്നാണ്. 10 വ്യൂ പോയിന്റുകളാണ്. അതായത് അവിടെ തന്നെ അപ്പാച്ചിമേട്, പാണ്ടിത്താവളം, അതിനു പുറമെ ഇവിടെ പ്രധാനപ്പെട്ട സന്നിധാനം കഴിഞ്ഞാൽ അപ്പാച്ചിമേട്ടിലും പാണ്ടിത്താവളത്തുമായിരിക്കും ഏറ്റവും കൂടുതൽ ഭക്തർ ഉണ്ടാകുക. അവിടെ ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഇപ്പോൾ തന്നെ പർണശാലകൾ കെട്ടി അവർ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മകര വിളക്ക് ദർശനം അത് സാധ്യമായി സുഗമമായ ദർശനത്തിന് ശേഷം അയ്യനെ തൊഴുത് ഇവിടെ നിന്ന് മടങ്ങുന്നതിന് വേണ്ടി സമാനമായ രീതിയിൽ പുല്ലുമേട് അടക്കം പ്രധാനപ്പെട്ട മറ്റ് വ്യൂ പോയിന്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സജീവ് തന്നെ പറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലാ കലക്ടർ പറയുകയുണ്ടായി. അതായത് 3 വ്യൂ പോയിന്റുകളാണ് ഇടുക്കി ജില്ലയിലുള്ളത് പ്രധാനമായും. അതിനൊപ്പം മറ്റ് ചെറിയ വ്യൂ പോയിന്റുകളുമുണ്ട്. അതിൽ പ്രധാനം പരുന്തുംപാറയും പുല്ലുമേടുമാണ്. പുല്ലുമേട്ടിലെല്ലാം തന്നെ ആളുകളെ, അതായത് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കാട്ടിനകത്താണ്
കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ആളുകൾ അവിടെ എത്തുന്നത്. കാൽനടയായി വരുന്ന ആളുകൾക്ക് എത്രത്തോളം അവിടെ സുരക്ഷിതമാക്കി വെക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആന ഇറങ്ങുന്ന മേഖലയാണ്. അത്തരം സ്ഥലങ്ങളിൽ ആന ഇറങ്ങുന്നു, മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ട്. എന്നാൽ പ്രത്യേകിച്ചും ഇത്തരം സമയങ്ങളിൽ നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും കൂട്ടം ആളുകൾ വരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്ര വന്യമൃഗ ആക്രമണങ്ങളോ ഒന്നും നമ്മളുടെ ചരിത്രത്തിൽ കേൾവിയില്ലാത്തതാണ് അല്ലെ. അവർ ഈ ഒരു ഹൈ സെക്യൂരിറ്റി ഒരു സോണായിട്ട് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവിടേക്ക് ഈ മകരജ്യോതി തെളിയുന്ന സമയത്ത് ആളുകൾ കൂടുതലായി എത്തുന്ന അല്ലെങ്കിൽ ഭക്തർ അവിടെ കൂടുതലായി തമ്പടിക്കുന്നത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് മടങ്ങി പോകുന്നത് വരെയും അവിടെ ആ റിസ്ക് ഫാക്ടർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവിടേക്ക് അടുക്കം കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും മനോഹരമായി മകരജ്യോതി ദർശിക്കാൻ, ഏറ്റവും സുഗമമായി സുന്ദരമായി മകരജ്യോതി ദർശിക്കാനുള്ള ഒരു സാഹചര്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പുല്ലുമേട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും അധികം ആളുകൾ അവിടെ എത്തുകയും ചെയ്തത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് വേണ്ട 50,000 പേരാണ് സ്പോട്ട് ബുക്കിംഗിൽ വഴി സന്നിധാനത്തേക്ക് ഈ ദർശനം തേടി എത്തുന്നത്. നാളെ അത് 40,000-ആയി ചുരുക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ 2 ദിവസങ്ങളിൽ കൃത്യമായി, അതായത് കഴിഞ്ഞ ആഴ്ച 80,000-ഉം 1,00,000-നും മുകളിലേക്ക് പോയ ഭക്തജന തിരക്കാണ് കൃത്യമായി നിയന്ത്രിച്ച് 50,000-ലേക്ക് 40,000-ലേക്ക് എത്തിയത്. ഇവിടെ ഈ കൃത്യമായ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടോ? സന്നിധാനത്തും സോപാനത്തും അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ മാളികപ്പുറത്തൊക്കെ ആയിട്ട് എത്ര പേർക്ക് തങ്ങാം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കണക്ക് നമുക്ക് ദേവസ്വം ബോർഡ് പറയുന്ന ഒരു കണക്ക് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പേര് വരെ ഈ സന്നിധാനത്തും പരിസരത്തുമായി തങ്ങും. അവർ ഇവിടെ തന്നെ തുടരുകയാണ്. ടോട്ടലായി പറയുകയാണെങ്കിൽ നമ്മൾ സന്നിധാനത്തും പരിസരത്തും പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം ചേർത്ത് ഒരു 5 ലക്ഷത്തോളം പേരാണ് ആ ദിവസം ഇവിടെ മകരജ്യോതി ദർശിക്കാനായി ഉണ്ടാവുക. കണക്ക് പ്രകാരം 5 ലക്ഷത്തോളം പേർ ഈ 10 വ്യൂ പോയിന്റുകളിലായി 10 വ്യൂ പോയിന്റുകളും മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി ജില്ലയിലും മലയ്ക്ക് താഴെയുമുള്ള വ്യൂ പോയിന്റുകളിലെല്ലാം തന്നെ ആളുകൾ നിറഞ്ഞിരിക്കും. പമ്പ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ആളുകൾ നിറയും. എന്തായാലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പമ്പയിലും സന്നിധാനത്തുമായിട്ട് ഏതാണ്ട് 2,500 ഉദ്യോഗസ്ഥർ, അതാണ് അവരുടെ കണക്കല. 5 SP-മാരുടെ നേതൃത്വത്തിലായിരുന്നു മാത്രമാണ് 2,500 ഉദ്യോഗസ്ഥർ. ഓക്കെ, അപ്പോൾ അത് വിപുലമായ ഒരു ക്രമീകരണം. കാരണം കഴിഞ്ഞ തവണയൊക്കെ 1,500 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നത്. സന്നിധാനം SOയുടെ കീഴിലാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായി അവർ കൃത്യമായി ഈ വ്യൂ പോയിന്റുകളിൽ ഈ ദർശനം നടത്തി അവർക്ക് സുഗമമായി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ തവണത്തിന് വ്യത്യസ്തമായി ഈ ഹെലികോപ്റ്റർ സൗകര്യമൊക്കെ ഏർപ്പെടുത്തുന്നത് അത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഈ അടുത്ത വർഷങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത്തവണയാണ് അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയത്. അതുപോലെ ഈ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാൻ, അതായത് ഒരു എക്സിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് തയ്യാറാക്കിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ആരെയൊക്കെ പുറത്തേക്ക് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ ഇടിച്ച് മറ്റു അപകട സാധ്യതകളെല്ലാം ഉണ്ടാകും. അപ്പോൾ അത്തരം സാധ്യതകൾ ഒഴിവാക്കണം. കാരണം അനിയന്ത്രിതമായി ആളുകൾ പോകുന്ന സാഹചര്യങ്ങൾ മുമ്പൊക്കെ നമ്മൾ ഇവിടെ പറയാറുണ്ട്. ഈ സന്നിധാനത്ത് മുകളിൽ നിൽക്കുന്ന നമ്മൾ താഴേക്ക് ഇറങ്ങിയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പമ്പയിലെത്തുമെന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ഫോഴ്സാണ്, അത്രയും ഫോഴ്സിലാണ് ആളുകൾ പോകുന്നത്. അല്ല, അതിൽ നിന്നൊക്കെ മാറിയാൽ ഇപ്പൊ സജീവ് ഞാൻ മനസ്സിലാക്കുന്ന 10 ദിവസത്തിനപ്പുറമായി ഈ ശബരിമലയിൽ. എന്താണ് ഇവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ്, എന്താണ് ഇത്തവണ? ആദ്യം തന്നെ ഞാനിവിടെ എത്തുന്ന മകരവിളക്കുത്സവം തുടങ്ങുന്ന ദിവസങ്ങളിൽ തന്നെ ദേവസ്വം ബോർഡ് പറയുന്നത് ഒരുപാട് ആളുകൾ വരരുത്, നിങ്ങൾക്ക് തൊഴാനുള്ള അവസരം 16-ാം തീയതിക്ക് ശേഷമുണ്ട്, മലയാളികളെങ്കിലും മാറി നിൽക്കണം. മകരവിളക്കുത്സവം എന്ന് പറഞ്ഞ് ആ ദിവസത്തേക്കുള്ള തിരക്ക് ഒഴിവാക്കണം എന്ന ഒരു അഭ്യർത്ഥന ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം മകരവിളക്കുത്സവത്തിന് വേണ്ടി മാത്രമായി ആളുകൾ ഇവിടെ തങ്ങുകയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിന് പരിധിയുണ്ട്. പക്ഷേ നമ്മളുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ ഇക്കാര്യങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റും. പ്രത്യേകിച്ചും 16 മുതൽ 20 വരെയുള്ള 5 ദിവസങ്ങളിൽ അവർക്ക് ദർശനത്തിന് സാധിക്കും. ഈ മകരവിളക്ക് കാണണം, അല്ലെ മകരജ്യോതി ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണുമല്ലോ. സ്വാഭാവികമായി അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷങ്ങളൊക്കെ വലിയ തരത്തിലുള്ള തിരക്കുണ്ടായത്. അപ്പോൾ ഈ വലിയ തിരക്കുണ്ടാകത്തില്ല എന്ന് തന്നെയാണോ വിലയിരുത്തൽ? അതായത് ഈ 50,000 അവരാ പറയുന്ന കണക്ക് പ്രകാരമായിരിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് ആളുകൾ കൂടാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇവർ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ 50,000-ആയി നിജപ്പെടുത്തി. ഇന്നത്തെ നാളെ 40,000-ആയിട്ടും നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വെർച്വൽ ക്യൂവിന് അപ്പുറത്ത് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെയൊന്നും മടക്കി അയക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അല്ല, അത് അവിടെ തന്നെ ഈ ഇന്ന് വരുന്ന 50,000 പേരും ഇവിടെ തങ്ങുന്നവരായിരിക്കും.
നാളെ വരുന്ന 40,000 പോലെ ഇന്ന് വരുന്ന 50,000 പേര് തങ്ങുന്നവരുണ്ട്. അപ്പൊ ഏതാണ്ട് ഈ നിലവിലെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ തന്നെ ഏതാണ്ട് 1,00,000-ത്തിലധികം വരുന്ന ആളുകൾ ഇവിടെ ഓൾറെഡി ഇവിടെ കാണും എന്നാണ് അവർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, പാണ്ടിത്താവളം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ആളുകളാണ് ഉള്ളത്. അവരെല്ലാം തന്നെ നേരത്തെ വന്ന് ഇടം പിടിച്ച ആളുകളാണ്. പല സ്ഥലങ്ങളിലും നിലം തയ്യാറാക്കി നിലമൊരുക്കി അവിടെയെല്ലാം ടെന്റ് കെട്ടി താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 2 ലക്ഷം എന്നാണ്, പരമാവധി 2 ലക്ഷം എന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. എന്നാൽ ഇത്തവണ അതിൽ കൂടുതലാകുമോ എന്ന് നമുക്ക് പറയാനാകില്ല. നിലവിൽ പുലിമേടെല്ലാമുള്ള വരവ്, ആളുകളുടെ വരവെല്ലാം നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 2 ലക്ഷത്തിനപ്പുറത്തേക്ക് പോയാൽ ചിലപ്പം ആളുകൾക്ക് തങ്ങാനുള്ള സാഹചര്യം ഇല്ലാതെ വരും. എന്നാൽ ഈ മരം നമ്മളെ ഇങ്ങനെ പോച്ചിപ്പോകുന്ന തണുപ്പത്താണ് ഇത്ര അധികം ഭക്തലക്ഷങ്ങൾ ഈ കൊടും വനത്തിനുള്ളിൽ ഇങ്ങനെ ഈ ദർശനം തേടി എത്തുന്നത് എന്ന് തന്നെയാണ് അതിന്റെ ഒരു മനോഹാരിതയും അതിന്റെ ഒരു ഭംഗിയും. അതുപോലെ തന്നെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രജിത്ത് ക്യാമറമാൻ ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകും. ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചം ആ ഇലകൾക്കിടയിലൂടെ സന്നിധാനത്തേക്ക് ഒളിച്ചിതറുമ്പോൾ അത് ഒരു ഹനുമാൻ മല എന്ന് പറയുന്ന മലയാണ്. അതിനിപ്പുറത്ത് ഇപ്പോ ദൃശ്യങ്ങൾ കാണാൻ പുല്ലുമേടിന്റെ ഒരു ഭാഗമാണ് ആ മുകളിലെ ഭാഗം. അതെ, ആ പുല്ലുമേടിന്റെ ഭാഗങ്ങളാണ് അങ്ങ് നമ്മുടെ ക്യാമറ ലെൻസിന് എത്തുന്നതിന് പരിധികളുണ്ട്. പക്ഷേ പുല്ലുമേടിന്റെ ഭാഗങ്ങളാണ് അവിടെയൊക്കെ നാളെ ഭക്തരെ കൊണ്ട് നിറയും. അതിനും അപ്പുറത്തേക്ക് ഈ മകരജ്യോതി തെളിയുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ മകരജ്യോതി തെളിയുന്നത് പ്രജിത്ത് ക്യാമറയിലേക്ക് ആ സ്ഥലം കാണിക്കുകയാണ്. ഭക്തലക്ഷങ്ങളുടെ കാത്തിരിപ്പ് ആ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടിയാണ് നാളെ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതിന് മുകളിലാണ്, അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നമാണ്. സൂര്യൻ ആ പ്രദേശത്തിന് മുകളിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ആയിരിക്കും ആ ഒരു വി ഷേപ്പ്, ഏകദേശം ഒരു വി ഷേപ്പ് ഫോം ചെയ്യുന്ന സ്ഥലത്താണ്. ഒരു മലഞ്ചെരുവിന് അതെ. അവിടെയാണ് മകരജ്യോതി തെളിയുന്നത്. നാളെ ഭക്തലക്ഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്ന അനുസ്യൂത നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ പോകുന്നത് ആ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു പുണ്യ ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ഭക്തലക്ഷങ്ങൾ. തീർച്ചയായിട്ടും അവർക്ക് അത് സുഗമമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ പറയുകയാണ് രഞ്ജിനി. എന്തായാലും നല്ല തോതിലുള്ള ദർശനം, വളരെ സുഗമമായ ദർശനം സാധ്യമാകുന്നു. ആളുകൾക്ക്, ഭക്തലക്ഷങ്ങൾക്ക് ഇവിടെ നിന്ന് സുഗമമായ രീതിയിൽ മകരവിളക്ക് ദർശിക്കാനാകും, മകരജ്യോതി തെളിയുന്നത് കാണാനാകും എന്നാണ് പ്രതീക്ഷ. അതാണ് സജീവ് സി വാര്യരും ഡാൻ കുര്യനും വളരെ വിശദമായി തന്നെ സന്നിധാനത്ത് നിന്ന് മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ, മകരവിളക്ക് തെളിയുന്ന മലയടക്കം കാണിച്ചു തന്നുകൊണ്ടുള്ള ഒരു വിവരണമായിരുന്നു സന്നിധാനത്ത് നിന്നും കണ്ടത്. ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ് പോകുന്നത്. ശബരിമല തീർത്ഥാടന കാലത്തെ കണ്ണീരിലാഴ്ത്തിയ പുല്ലുമേട് ദുരന്തത്തിന് 13 വയസ്സ്. തിക്കിലും തിരക്കിലും പെട്ട് 102 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വണ്ടിപ്പെരിയാറിലെ വള്ളക്കടവ് ഉപ്പുപാറയിലാണ് ദുരന്തമുണ്ടായത്. ശബരിമല തീർത്ഥാടന കാലത്തെ കണ്ണീരിലാഴ്ത്തിയ പുല്ലുമേട് ദുരന്തത്തിന് 13 വയസ്സ്. തിക്കിലും തിരക്കിലും പെട്ട് 102 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വണ്ടിപ്പെരിയാറിലെ വള്ളക്കടവ് ഉപ്പുപാറയിലാണ് ദുരന്തമുണ്ടായത്. 2011 ജനുവരി 14 രാത്രി 7:30 മകരജ്യോതി ദർശിച്ച് മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. വെളിച്ചക്കുറവും അശാസ്ത്രീയ പാർക്കിങ്ങും പോലീസുകാരുടെ എണ്ണത്തിലുണ്ടായ കുറവുമാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയത്. കുട്ടികൾ ഉൾപ്പെടെ 102 പേർക്ക് ജീവൻ നഷ്ടമായി. ദുരന്തത്തിന് കാരണം സർക്കാർ വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണെന്ന് ജസ്റ്റിസ് NR ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ വർഷങ്ങളിൽ കനത്ത സുരക്ഷയാണ് പുല്ലുമേട്ടിൽ ഒരുക്കുന്നത്. ഇത്തവണ മകരവിളക്ക് ദർശനത്തിനെത്തുന്ന ഭക്തരെ നിയന്ത്രിക്കാൻ 1400 പോലീസുകാർ ഉണ്ടാവും. 1400 പോലീസുകാരെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 6 ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ ഡിപ്ലോയ്മെന്റ് നമ്മൾ എൻഷുർ ചെയ്യും. തീർത്ഥാടകർക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും പോലീസിന് വന്നിട്ടുണ്ടാവും. കുമളിയിൽ നിന്ന് 65 KSRTC സർവീസുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സർവീസ്. വള്ളക്കടവിൽ നിന്നും പുല്ലുമേട് ടോപ്പ് വരെ ഓരോ കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ്, മെഡിക്കൽ സേവനം, കുടിവെള്ളം എന്നിവയും ഉറപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. അയോധ്യ ഒരുങ്ങുന്നു. സരയൂ നദിയുടെ തീരത്ത് പർണശാലകളും ഹോമകുണ്ഡങ്ങളും ഒരുങ്ങുകയാണ്. 100 ഏക്കറിൽ ഒരു കൂടാര നഗരം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. 21,000 പൂജാരിമാർ പങ്കെടുക്കുന്ന മഹായാഗമാണ് നടക്കുക. അയോധ്യയിലെത്തിയാൽ നമുക്ക് ഒരുപാട് കൗതുകകരമാർന്ന, വ്യത്യസ്തമാർന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. അതിലൊന്നാണ് ഈ കാണുന്ന ഈ സരയൂ നദി കരയിൽ ഒരുങ്ങുന്ന 108
യജ്ഞകുണ്ടങ്ങളും 1008 ശിവലിംഗാലയങ്ങളും. അവിടെ താമസിക്കാൻ വരുന്ന സ്വാമിമാരാണ്. അവർ പ്രത്യേക തരത്തിലാണ് അവരുടെ ഓരോ ചടങ്ങുകളും മറ്റും. ഈ സ്ഥലം വൃത്തിയാക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത്. हम लोग खाकचौक श्री हनुमान मंदिर बद्रीनाथ धाम, वहाँ सारी टीम हमारी वहीं की है कि 550 वर्षों के बाद ये मौका मिला, ये बहुत बड़ी बात है। हमारे बच्चे छोटे छोटे 500 वर्षों से यही सुनते आ रहे थे कि मंदिर टूटा, मंदिर टूटते हुए देखा, जब दुनिया भर की इसी प्रकार की बातें। लेकिन आज सौभाग्य प्राप्त हो रहा है उन बच्चों को भी, उन पूरी जितने भी लोग संसार में आज विराजमान हैं, सब मंदिर को बनते हुए देख रहे हैं। संकट मोचन कृपा निधान, संकट मोचन कृपा निधान। പ്രതിഷ്ഠാ ദിവസം ഇവിടെ തമ്പടിക്കുന്ന നിരവധി സ്വാമിമാരുണ്ട്. അവർക്ക് തങ്ങളുടെ യജ്ഞം നടത്താനുള്ള പ്രത്യേക ഈ യജ്ഞകുണ്ടങ്ങളാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 108 യജ്ഞകുണ്ടങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. 1008 ശിവലിംഗാലയങ്ങളുടെ നിർമ്മാണം അവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു അയോധ്യ എന്ന് വേണം കരുതാൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് സന്യാസിമാർ ഇവിടെ എത്തും. അവരുടെ ആ ദിവസങ്ങളിലേക്ക് അവർക്ക് ഇവിടത്തേക്ക് ക്ഷണമുണ്ട്. സരയൂ നദിയുടെ തീരത്ത് 1008 ശിവലിംഗങ്ങൾ പൂജിക്കും. തുടർന്ന് നിമഞ്ജനം ചെയ്യും. നർമ്മദാ നദിയിൽ നിന്നുള്ള കല്ലുകളിൽ തീർത്തവയാണ് ശിവലിംഗങ്ങൾ. സൂറത്തിൽ നിന്നുള്ള വ്യാപാരികൾ നൽകുന്നത് 31,500 കിലോഗ്രാം നെയ്യ്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളുടെ മന്ത്രോച്ചാരണത്താൽ നിറയും ഇനിയുള്ള ദിവസങ്ങളിൽ അയോധ്യ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. രഞ്ജിത്ത് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അയോധ്യയിൽ നിന്ന് പങ്കുവയ്ക്കും. രഞ്ജിത്ത്, ഞങ്ങളിങ്ങനെ ഈ സരയൂ നദീ തീരത്തുള്ള ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എത്രയധികം ആളുകളാണ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കുകയായിരുന്നു. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം അയോധ്യയിൽ? ഇന്നലെയൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. വലിയ തണുപ്പായിരുന്നു. ഇന്നത്തെ ഒരു കാലാവസ്ഥ കൂടി പങ്കുവെക്കാം അയോധ്യയിൽ നിന്ന്. രഞ്ജിനി, വലിയ തണുപ്പാണ്. നമ്മളിപ്പോൾ രാവിലെ ഒരു 1/4 മണിക്കൂറായിട്ട് ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിലുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാഠിന്യമേറിയ തണുപ്പ്. കാരണം നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഈ പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ പോലും പറയുന്നത് ഏറ്റവും അധികം തണുപ്പ് അനുഭവപ്പെടുന്നത് മഞ്ഞും അനുഭവപ്പെടുന്ന അയോധ്യയിലാണ്. സാധാരണ ഈ സമയത്ത് അത്രത്തോളം മഞ്ഞും തണുപ്പും ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല അയോധ്യ. പക്ഷെ ഇത്തവണ ഇത് വലിയ കാഠിന്യമേറിയ ഒന്നാണ്. പലപ്പോഴും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കാഠിന്യമുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ അവഗണിച്ചും ഈ രാമഭക്തരുടെ വലിയൊരു ഒഴുക്ക് ഈ പ്രദേശത്തേക്കുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ 6 മുതൽ 11:30 വരെ ആണ് ഇവിടെ ദർശന സമയം. അതിനുശേഷം 11:30 മണിക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത വിധത്തിൽ അമ്പലം അടയ്ക്കും. പിന്നീട് 2 മണിക്കാണ് പ്രവേശനം എന്നുള്ളതാണ്. അതിനുശേഷം 7 മണി വരെയാണ് ദർശനത്തിനുള്ള സമയം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ഈ രാമനെ കാണാനായി വന്ന ആളുകളുടെ കൂട്ടമാണ്. 100-200 പേരായി ഒരുമിച്ച് വരുന്നു. 20-30 പേരായി ഒരുമിച്ച് വരുന്നു. സംഘങ്ങളായി വരുന്നു, ദർശനം നടത്തുന്നു, മടങ്ങുന്നു. അങ്ങനെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. कहाँ से आता है भैया? कहाँ से? अयोध्या में ही है फिलहाल। कैसा लगता है? पूरा बहुत आदमी आता है। हाँ, काफी पहले दिक्कत होती थी, अब सारी सुविधाएं हो गई हैं। आप आराम से जा सकते हैं, दर्शन कर सकते हैं। और सभी की जो भावनाएं जुड़ी होती, लोग आने से कतराते थे। सब लोग जैसे पूरे देश भर में उत्साहित हैं, फोन करके पूछ रहे हैं कि कैसे आए, क्या है, क्या हो रहा है, क्या नहीं हो रहा है। तो बहुत अच्छा लग रहा है। और यहाँ सभी तरीके से, सभी दृष्टिकोण से मतलब सुविधाओं का ध्यान करके जो है जन्मभूमि। मौसम इतना बहुत बड़ा ठंडा है। हाँ, मौसम ठंडा है, लेकिन इसी मौसम में लोग मकर संक्रांति का त्योहार मनाते हैं हिंदू लोग, और गंगा स्नान करते हैं। आप कलकत्ता में देखिए गंगा सागर चल रहा है, वहाँ इलाहाबाद प्रयागराज में मकर संक्रांति का स्नान चल रहा है। तो अपने हिंदू में इस समय जो है नहाने का जो है
सूर्योत्तरायण होते हैं, तो उत्सव मनाने का ये पर्व शुरू हो जाता है 14 जनवरी के बाद से। अयोध्या में बहुत डेवलपमेंट्स भी हो रहा है इस टाइम। बहुत हो रहा है, सड़कें चौड़ी हो रही हैं, पार्क हो रहे हैं, आने जाने की सुविधाओं का ध्यान हो रहा है। अंतर्राष्ट्रीय देखिए हवाई अड्डा हो गया, रेलवे स्टेशन को देखिए 3 प्लेटफॉर्म से 6 हो गया और काफी भव्य बन गया। और उसके साथ साथ देखिए कि लगभग 100 ट्रेनें, मतलब मेन लूप लाइन से इसको जोड़ा जा रहा है। पहले ऐसा नहीं था, यहाँ पर अच्छे स्टेशनों का हाल्ट नहीं था, मतलब अच्छे जो रेलवे थे। यहाँ तक कि दक्षिण भारत से जो अच्छी जगह है तीर्थ स्थानों से सबसे जोड़ा जा रहा है, जो कि पहले। താങ്ക് യു. അത് ഈ അയോധ്യ, ജയ് ശ്രീറാം, അയോധ്യവാസിയായ ഒരാളാണ് അദ്ദേഹം. ഈ ഇവിടുത്തെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയാണ് അയോധ്യയിലെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി, 11:30 മണിക്ക് അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് പൊതുജനങ്ങൾക്ക് 11:30 അമ്പലം അടയ്ക്കും, പ്രവേശനമില്ല. അവർ ഈ ജനങ്ങളെയൊക്കെ പുറത്തിറക്കിയ ശേഷമായിരിക്കും യോഗി എത്തുക, വിലയിരുത്തലുകൾ നടത്തുക, തൊഴുക. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട യോഗം അദ്ദേഹം ഇവിടെ വിളിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. ഒപ്പം നമുക്കറിയാം ഏതാണ്ട് 2200 അതിഥികൾ, 4000-ഓളം പുരോഹിതരടക്കം 2200 അതിഥികൾ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. കാശി വിശ്വനാഥ്, വൈഷ്ണവദേവി, മത ഭരണഘടനാ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുണ്ട്. ആത്മീയ നേതാവ് ദലൈലാമ, യോഗ ഗുരു ബാബ രാംദേവ്, മാതാ അമൃതാനന്ദമയി, സിനിമാ താരങ്ങളായ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, അരുൺ ഗോവിൽ, സംവിധായകൻ മധുർ ഭണ്ഡാർക്കർ, മുകേഷ് അംബാനി, പ്രമുഖ വ്യവസായ മുകേഷ് അംബാനി, അനിൽ അംബാനി അടക്കം നിരവധി ആളുകളെ വിഐപികളായി 22-ാം തീയതി ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. 16-ന് ഈ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജ ആരംഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിവരം. ജനുവരി 16-ന് ആരംഭിച്ച് 22 വരെ തുടരും. പ്രതിഷ്ഠ ജനങ്ങൾക്ക് ശേഷം ജനുവരി 24 മുതൽ 48 ദിവസത്തേക്ക് ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മണ്ഡല പൂജ നടക്കും എന്നുള്ളതാണ്. ജനുവരി 23-നാണ് ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക. അതിഥികൾക്കായി അയോധ്യയിൽ 300-ലധികം സ്ഥലങ്ങൾ ഇതിനകം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇതുകൂടാതെ വിവിധ മഠങ്ങളും ക്ഷേത്രങ്ങളും വീട്ടുകാരും ചേർന്ന് 600 മുറികൾ വേറെ സജ്ജമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ ലോകം കാത്തിരിക്കുന്ന, ലോക ശ്രദ്ധ ആർജിച്ച ഈ ചടങ്ങിന് അനുയോജ്യമായ വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. 21 വരെയാകും, ഒരുപക്ഷെ 21-ന് മുൻപ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം എന്ന് പറയുന്നുണ്ട്. 21 വരെ ആയിരിക്കും ഒരുപക്ഷെ ഈ ഭക്തർക്ക്, അതായത് പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം ഉണ്ടാകും. അതിനുശേഷം വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. 22-ന് ആർക്കും ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരുപക്ഷെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി തരികയായിരിക്കും പുറത്തെവിടെയെങ്കിലും എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും നമുക്കൊന്നും ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. മാധ്യമപ്രവർത്തകരായിട്ട്, ഭക്തരായിട്ട് നമുക്ക് കയറാം. അവിടെ ക്യാമറയും വാച്ചും നേരത്തെ പറഞ്ഞതുപോലെ ബെൽറ്റും മൊബൈൽ ഫോണും ഒക്കെ പുറത്തു വെച്ച് വേണം പോകാൻ. അത്രത്തോളം കനത്ത സുരക്ഷയും ക്രമീകരണവും ഒക്കെ ഏർപ്പെടുത്തി വലിയ തോതിലാണ് ഇവിടെ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അദ്ദേഹം വ്രതാനുഷ്ഠാനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള 9 ദിവസം, ഇനി 8 ദിവസം കൂടിയാണ് അദ്ദേഹം വ്രതത്തിലായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പ്രാൺ പ്രതിഷ്ഠ യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടെ വരുന്ന ഭക്തലക്ഷങ്ങൾക്ക്, രാമനെ സ്നേഹിക്കുന്നവർക്ക്, ഭജിക്കുന്നവർക്ക് അതൊരു വലിയ പുണ്യ ദിവസമായി മാറുകയാണ്. രഞ്ജിനി, അതാണ് അയോധ്യയിലെ സാഹചര്യം. രഞ്ജിത്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി കേരളത്തിലെ രാമക്ഷേത്രങ്ങളിലൂടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രവും ഭാരതത്തിലെ അപൂർവം ലക്ഷ്മണ ക്ഷേത്രങ്ങളിലൊന്നുമാണ് തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. പ്രകൃതി ഭംഗി കൊണ്ടും ആചാരപരമായ സവിശേഷതകൾ കൊണ്ടും എന്നും ഭക്തരുടെ പ്രിയപ്പെട്ട ഇടമാണ് ഇവിടം. തിരുവല്ലോമലയിലെ വില്വാദ്രി ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രാമലക്ഷ്മണന്മാർ ഇരുഭാഗത്തുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുവർക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ. ദൈവിക സാന്നിധ്യം കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഭക്തർക്ക് എന്നും പ്രിയപ്പെട്ട ഒരിടമാണ് ഈ ക്ഷേത്രം. പതിനെട്ട് പടികൾ കടന്നെത്തിയാൽ വില്വാദ്രിനാഥനെ കാണാം.
കുന്നുകളും മലകളും പാടങ്ങളും തോടുകളുമുള്ള മനോഹരമായ തിരുവല്ലോമല. ഭക്തലക്ഷങ്ങളാണ് ജ്യേഷ്ഠാനുജന്മാരെ കണ്ടുതൊഴാൻ കുന്നുകയറുന്നത്. ഇരട്ട ശ്രീകോവിലുകളാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളത്. കിഴക്കോട്ട് അഭിമുഖമായി ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയും പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടുള്ളത് സ്വയംഭൂവായ ശ്രീരാമ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുമാണ്. രണ്ട് പ്രതിഷ്ഠയ്ക്കും തുല്യ പ്രാധാന്യവും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഈ ശ്രീരാമ ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൽ ഹനുമത് പ്രതിഷ്ഠ കൂടി ഉണ്ട്, ആഞ്ജനേയൻ്റെ പ്രതിഷ്ഠ കൂടി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് കിഴക്കേ നടയിലുള്ള പ്രതിഷ്ഠ എന്നാണ് സങ്കല്പം. കരളതൽ കോദണ്ഡബാണോ ജ്വാലവും സീതാജിത്ത സരോജബാലമിഹിരം ദുർവാദളശ്യാമളവും. രാമനും ലക്ഷ്മണനും പ്രത്യേക തന്ത്രിമാരും ശാന്തിക്കാരും പ്രത്യേകതയാണ്. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ നിത്യദാസനായ ഹനുമാനും തിരുവല്ലോമലയിലുണ്ട്. ഉപദേവതകളുടെ സാന്നിധ്യവും. ശ്രീരാമം ത്രിദിജാനുജം ശുഭകരം വില്വാദ്രിനാഥം. ധനേഷിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, തിരുവല്ലോമല. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി